ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 7 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അവരുടെ ചിന്തകൾ, അവർക്ക് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളെ ഒരു ചോയ്സ് ആയിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്, ഒരു ഓപ്ഷൻ ആയിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. പാസ്റ്റിലെ കാര്യത്തെയാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ അവർക്കൊരു ചോയ്സ് ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പ്രിഫറൻസ് തരാതെ, നിങ്ങൾക്ക് മുൻഗണന തരാതെ അവർ മറ്റുള്ള കാര്യങ്ങളാണ് മുൻഗണന നോക്കിപ്പോയത് അല്ലെങ്കിൽ നോക്കിയിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 6 ഓഫ് കപ്സ് കാർഡ് ഒരു നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നത്. പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ എനർജി തന്നെയാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. അവർ രാത്രി കാലങ്ങളിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ചിന്തകൾ വരുന്നതെന്ന് യൂണിവേഴ്സിലൂടെ പറയുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ കോൾ ചെയ്തതും ചാറ്റ് ചെയ്തതൊക്കെ അവർക്ക് ഓർമ്മ വരികയാണ്. അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നതായിട്ട് ഇവിടെ പറയുകയാണ്. ആ ഒരു സമയത്ത് പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളെ അവർക്ക് വളരെയേറെ സമാധാനമായിട്ട് തോന്നിയിട്ടുണ്ട്. അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സാന്ത്വന വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആയിരിക്കാം അവർക്കിപ്പോൾ മിസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് വളരെയേറെ സമാധാനം, അവരെന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന തിരിച്ചറിവ് വരികയാണ്. നിങ്ങളെ മിസ് ചെയ്യുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഇതൊക്കെ തന്നെയാണ് രാത്രി കാലങ്ങളിൽ അവരെ വളരെയേറെ വേട്ടയാടുന്നത്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയും എൻഡായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് അവർ തിരിച്ചറിയാണ്, അവർ മനസ്സിലാക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അവരുടെ മടങ്ങി വരവ്, അവരുടെ ചിന്തകൾ, അവരെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ള ഓരോരോ പാഠങ്ങളാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അവരുടെ മനസ്സിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ അവരെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്താണ്. ആ ഒരു സൈക്കിൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവരിലുള്ള ആ ഒരു ബാഡ് കർമ്മ, അവരിലുള്ള ആ ഒരു നെഗറ്റീവിനെ, ആ ഒരു നെഗറ്റീവ് ചിന്തകളെ മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് യൂണിവേഴ്സ് കൊടുക്കുകയാണ്. മറ്റുള്ള വ്യക്തികളായിരിക്കും നിങ്ങളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. ഇവിടെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന, നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സത്യസന്ധത, ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി നിങ്ങളിലേക്ക് വരികയാണ്. ഒരു ചേഞ്ച് കൊടുക്കുകയാണ്, ഒരു മാറ്റം വരികയാണ്. ഇവിടെ അവരുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവരുടെ ലൈഫ് നിങ്ങളിലേക്ക് വന്നാലേ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് അവർ റിയലൈസ് ചെയ്യുകയാണ്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ കാർഡ് പറയുന്നത്, ഒരു മാറ്റം. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലെ ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ ഒരു എക്സ്പീരിയൻസിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട്, ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് അവരിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. കൂടെ ഉള്ളപ്പോഴല്ല ഓരോരോ വ്യക്തികളുടെ മഹത്വം, വാല്യൂ, സ്നേഹമൊക്കെ മനസ്സിലാവുക. ഒരു കയ്യകലം നിൽക്കുമ്പോൾ തന്നെയാണ് അവരുടെ വാല്യൂ മനസ്സിലാവുക. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ, ആരാണ് തന്നോടൊപ്പമുള്ളതെന്ന് തിരിച്ചറിയുമ്പോൾ, നമ്മളുടെ നെഗറ്റീവ്സ് അറിഞ്ഞുകൊണ്ട് നമ്മളുടെ കൂടെ ആരാണ് ഹോൾഡ് ചെയ്ത് നിൽക്കുക, ആ ഒരു തിരിച്ചറിവാണ് അവരിൽ വന്നിട്ടുള്ളത്. അവിടെ എല്ലാ കാര്യങ്ങളും, അവരുടെ സ്വഭാവത്തിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. അത് തന്നെയാണ് അവരിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ഒരു ബാഡ് കർമ്മ എൻഡായിക്കൊണ്ട് ഒരു ഗുഡ് കർമ്മയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്താണ്. ഇതെവിടെയും എൻഡായി പോവില്ല. നെക്സ്റ്റ് കാർഡ് തിരിച്ചറിവാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് കാർഡ്. ഒരു ന്യൂ കണക്ഷൻ നിങ്ങളിലേക്ക് വരികയാണ്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. ഒരു റൊമാൻറ്റിക് പാർട്ട്ണറാണ് നിങ്ങളെന്നവർക്ക് ഫീൽ ചെയ്യുന്നു. ഒരു സാധ്യത, ഒരു ഹോപ്പിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി. ഒരു ചിപ്പിയാണ് നിങ്ങൾ. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ
പരുക്കമായിട്ട് തോന്നുന്നുണ്ടാവാം. എന്നാൽ ആ ചിപ്പി ഓപ്പൺ ചെയ്താൽ അതിലെ വിലപിടിപ്പുള്ള ഒരു മുത്ത്, അതാണ് നിങ്ങൾ. അത് അവർ തിരിച്ചറിയാണ്. ആ ഒരു വാല്യൂ അവർ തിരിച്ചറിയാണ്. അത് തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആ പേഴ്സൺ ഒരുങ്ങുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഇനി അവർക്ക് സാധിക്കില്ല. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. ആ ഒരു സാധ്യത തന്നെയാണ്, ആ ഒരു ഹോപ്പിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവിടെ ഹൃദയം നിറയെ നിങ്ങളോടുള്ള സ്നേഹവും താല്പര്യവും തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റുള്ളവർ ഏതൊക്കെ രീതിയിൽ അവർക്കിടയിലും നിങ്ങൾക്കിടയിലും പ്രവർത്തിച്ചാലും ഇവിടെ യൂണിവേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ട്. ആരാണ് യഥാർത്ഥ പ്രണയം, ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരാണ് കൂടെയുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ ഇതും എവിടെയും എൻഡായി പോവില്ല എന്ന് നമുക്ക് തന്നെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ് ഈ കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ദ എംപറർ ആണ്. അവരിലെ തീരുമാനത്തെ, അവരെന്ന വ്യക്തിയുടെ പവറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു അതോറിറ്റി, ഒരു നാച്ചുറൽ ലീഡർ എന്നൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. സമൂഹത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് ഇവരെ വളരെ ഇൻസ്പയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിവുള്ളൊരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അവരുടെ കരിയർ ആണെങ്കിൽ ഒരു പ്രമോഷന് സാധ്യതയുള്ളതായിട്ട് പറയുന്നു. മാത്രമല്ല ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത്. വളരെ കോൺഫിഡൻസ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവരിലെ നിലപാടിനെ, അവരുടെ തീരുമാനത്തെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ചിന്തയെ, ഒരു രാജാവിനെ പോലെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. ഇനി ഒരു മടങ്ങിപ്പോക്കില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് വാണ്ട്സ് കാർഡാണ്. 9 ഓഫ് വാണ്ട്സ് കാർഡ് പറയുന്നത് ഒരു ഡിറ്റർമിനേഷൻ, അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നു. വാണ്ട്സ് കാർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തയെ, പ്രവൃത്തിയെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരിലെ ഫൈനൽ പുഷിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. എക്സൈറ്റ്മെന്റ് ആണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നെക്സ്റ്റ് എന്ത് സംഭവിക്കും, ഇനി എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ പോവുക, ഒരു ചിന്ത അവരിലൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും പോവുക, ഇവർക്കൊരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലുണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ചും അറിയുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരായിക്കോട്ടെ, അവർ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ, നിങ്ങൾക്ക് അവരെ മറക്കാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം, ഇവിടെ നിങ്ങളുടെ ശരികൾക്കാണ് വാല്യൂ എന്നൊക്കെ മോട്ടിവേഷൻ നൽകുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ആക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യാണ്, അവരുടെ ശരികളെ കാണാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ പേഴ്സണ് മാറ്റം തന്നെയാണെന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിച്ചു. ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് സംഭവിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇതെന്തായി പോവില്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണിന് ഒരു അവയർനെസ് കിട്ടിയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ തിരിച്ചറിവ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി, ന്യൂ ഫൗണ്ടഡ് അവയർനെസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ളവർ ഇടപെട്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കാർഡ് തന്നെ 7 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് അവർ ലൈഫിൽ വേറെ എന്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ന്യൂ ബിലീഫ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. പുതിയ വിശ്വാസങ്ങൾ അവരിലേക്ക് വരുമ്പോൾ, അവർ പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോൾ, അവരിലേക്ക് യൂണിവേഴ്സ് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു റീബർത്ത് ഈ കാർഡ് പറയുന്നു. അവരിലേക്ക് എന്തൊക്കെയോ എനർജി വരുന്നുണ്ട്, ഒരു ആക്ഷൻ എടുക്കാനായിട്ട് എനർജി കിട്ടുന്നുണ്ട്. അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. രാത്രി കാലങ്ങളിലാണ് അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, അവർ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവർക്ക് ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരുടെ കരിയറിൽ അവർ വളരെയേറെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. എങ്കിൽ രാത്രി കാലങ്ങളിൽ അവർ തനിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലർട്ടാണ്. ഫ്യൂച്ചർ നിങ്ങളില്ലാതെ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറായി കഴിഞ്ഞു. ചേഞ്ച്, ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. റീബർത്ത് ആണ് ഈ കാർഡ് പറയുന്നത്. ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കം. എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്നത് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ്. നിങ്ങളും അവരും തമ്മിൽ പാസ്റ്റിൽ ഇത്രമാത്രം കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല.
ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് അത്രയേറെ സ്നേഹമാണ്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് വേദനയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾ അങ്ങനെയാണ് കടന്നു പോകുന്നത്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലെ ക്രൈസിസ് എൻഡാവാൻ പോവാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ റീഡിങ് കാണുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് എന്തൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താണ്. ഇവിടെ സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഒരു ആഗ്രഹം മാത്രമായിരിക്കില്ല അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ റീഡിങ് കാണുന്ന നിമിഷം തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വരും, ഉറപ്പാണ്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് നൽകുകയാണ്, പ്രയോറിറ്റി നൽകുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവർ നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷ നിമിഷങ്ങളെ ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. നിങ്ങളിലെ ബേർഡൻസ്, നിങ്ങളിലെ വേദനകൾ എൻഡാവാൻ പോവുകയാണ്. നിങ്ങളിലെ ക്രൈസിസ് എൻഡാവാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് ആ ഒരു ഹെൽപ്പിന് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി സഹായിക്കുന്നുണ്ട്. യൂണിവേഴ്സിന്റെ ഇടപെടൽ ഇവിടെ കാണിക്കുന്നു. ഇവിടെ നിങ്ങൾക്കുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. നെക്സ്റ്റ് കാർഡ് പറയുന്നത് 3 ഓഫ് വാൻസ് കാർഡ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് അവിടെ യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ പേഴ്സണായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ 3 ഓഫ് വാൻസ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് ഏതൊരു എനർജി വരുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വരുന്നുണ്ട്. നിങ്ങളുടെ കാര്യം സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും, ഉറപ്പാണ്. കാരണം ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ആംബിഷനെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നു. നിങ്ങളിലേക്ക് ഇംപ്രൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോലും ഇംപ്രൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, നിങ്ങൾ ഹീലാവുന്നത്, സെൽഫ് ലവ് ചെയ്യുന്നത്, ഇതെല്ലാം റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇതുപോലെ തന്നെ പോവാം. നിങ്ങളെന്ന വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇവിടെയാണ് മാറ്റം സംഭവിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, ആരെയും. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീലാവുക, പ്രാർത്ഥിക്കുക. എൻ്റെ യൂണിവേഴ്സ്, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ്. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരണം. അത് ഞാൻ ഹീലായാലേ സാധിക്കുകയുള്ളൂ. നല്ലൊരു വ്യക്തിയായി മാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിലേക്കാണ് യൂണിവേഴ്സ് എന്നെ എത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി എൻ്റെ പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ക്ഷമിക്കണം, അവർക്ക് നല്ലൊരു മനസ്സ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ചെയ്താൽ മതി. നമുക്ക് ചുറ്റുമുള്ളവരെ കൂടി നമ്മൾ പരിഗണിക്കണം. നമ്മുടെ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണെ മാത്രമേ കാണുള്ളൂ. അവരുടെ ഇഷ്ടങ്ങൾ, അവരെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ കാണുള്ളൂ. ഇവിടെ ഈ ഒരു നോ കോണ്ടാക്റ്റ് ആണ് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തുടങ്ങിയത്. ഇവിടെ സെൽഫ് ലവ് ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ്. നമ്മളുടെ ഇഷ്ടങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ കാണണം, അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ കാണണം. നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് ചുറ്റുമുള്ളവർ, കൊളീഗ്സ്, ഫ്രണ്ട്സ്, അവരെ കൂടി പരിഗണിക്കണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കാണണം. ഒരു സമൂഹമുണ്ട് നമുക്ക് ചുറ്റും, അതിലേക്ക് നമ്മൾ കാണണം. അപ്പോൾ നമ്മൾക്ക് മാറ്റം വരുമ്പോൾ, നമ്മളെന്ന വ്യക്തിയിലേക്ക് മാറ്റം വരുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നമ്മുടെ പേഴ്സണിലേക്ക് മാറ്റം കൊണ്ടുവരും. നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ നിങ്ങളിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, ദ ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ പവർഫുൾ വിഷനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. അത് നിങ്ങളെന്ന വ്യക്തിയുടെ, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പോലും നിങ്ങൾക്ക് ഈ മെഡിറ്റേഷനിലൂടെ അറിയാൻ പറ്റും. നിങ്ങളുടെ നെക്സ്റ്റ് തലങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു പവർ മെഡിറ്റേഷൻ ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ടൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല, കണ്ടിന്യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങളെന്ന വ്യക്തി ചേഞ്ച് വന്നിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളിലെ ഇൻറ്റ്യൂഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ പോവുകയാണ്. അത് തന്നെയാണ് നിങ്ങളെന്ന വ്യക്തി ഇപ്പോൾ ടാരോ ട്രീഡിംഗ് എന്ന ഈ ഒരു കാര്യം കാണുന്നതും, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനെ അറിഞ്ഞു തുടങ്ങിയതും, പ്രപഞ്ച സത്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതും. നിങ്ങൾ ഏത് മതവിശ്വാസമായിക്കോട്ടെ, ഒന്നും ഞാൻ അടിച്ചേൽപ്പിക്കുന്നതല്ല.
യൂണിവേഴ്സിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, പ്രപഞ്ച ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുക. ഇവിടെ നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക് യു ആണ് പറയേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാക്കി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റിയതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇനി വീടോ വാഹനമോ എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ ആഗ്രഹത്തോടു കൂടി ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. 3 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റീഡിങ് കാണുന്നവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടാൻ പോവാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ആൻസർ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. അതിനുള്ള ഒരു സമയമായെന്ന് യൂണിവേഴ്സ് ഇവിടെ ഈ കാർഡ്സിലൂടെ പറയുന്നു. നിങ്ങൾ സത്യം കണ്ടെത്താൻ പോവാണ്. ഏതൊരു കാര്യത്തിനാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്, ആ ഒരു റിയാലിറ്റി, ആ ഒരു സത്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സ് അവിടെ എത്തിക്കുകയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് സ്നേഹം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് കിട്ടിയിട്ടുള്ളതായിട്ട് യൂണിവേഴ്സ് പറയുന്നു. ആ പേഴ്സണിൽ നിന്ന് ഒരു മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാം. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അവർ നിങ്ങളെ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ പോകുന്നത് നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ചാണ്. നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ട്, നല്ലൊരു വ്യക്തിയാക്കി എന്നിലേക്ക് എൻ്റെ പേഴ്സണെ മടക്കി തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നിങ്ങളുടെ എക്സ്പ്രഷനെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്. അവരുടെ സ്നേഹം അത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം സന്തോഷിക്കാൻ പോകുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അവർ നിങ്ങളിലേക്ക് വരും, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവരോടൊത്ത് തന്നെയാണ്. എല്ലാ തിരിച്ചറിവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ സ്നേഹം, അതിൻ്റെ ആ ഒരു പവിത്രത, അത് ജെനുവിനാണെന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ഇവിടെ ആദ്യത്തെ കാർഡ്സിലൊക്കെ കിട്ടിയിട്ടുള്ളത്. ഉറച്ച നിലപാട് തന്നെയാണ് അവർ എടുത്തിട്ടുള്ളത്. നിങ്ങളെ ഒഴിവാക്കി പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്നേഹത്തെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ലിംസ്.